ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുളക പച്ചടി എന്ന് പറയുന്ന ഐറ്റമാണ്. ഇഞ്ചിക്കറിയും പുളി ഇഞ്ചി എന്നൊക്കെ നമ്മളെപ്പോഴും എല്ലാവരും ഉണ്ടാക്കുന്നതാണല്ലോ. ഈ മുളക പച്ചടി ചില സമയത്ത് മാത്രമേ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുള്ളൂ. ഇന്ന് ഞാനത് എങ്ങനെ ഉണ്ടാക്കണമെന്നും കാണിക്കും. അതിന് ആവശ്യമായ സാധനങ്ങൾ ഇത്രയും പോകുന്ന ഒരു ഈ ബൗളിന് ഏകദേശം 2 കപ്പ് പുളി നല്ല തിക്കായിട്ട് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ കൺസിസ്റ്റൻസി വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഈ കൺസിസ്റ്റൻസിയിൽ നല്ല പുളി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് 2 ബൗൾ പിഴിഞ്ഞ് വെച്ചു. അത് കഴിഞ്ഞ് വേണ്ടത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കടുക് നമ്മൾ അരച്ച് വെച്ചിരിക്കുകയാണ്. ഇത് 1 സ്പൂൺ കടുക് അരച്ചത്, പിന്നെ ശർക്കരയും നല്ലപോലെ കുറുകിയ രൂപത്തിൽ നമ്മൾ തിളപ്പിച്ച് ഇതിലത്തെ എന്തെങ്കിലുമൊക്കെ മാലിന്യങ്ങളുണ്ടെങ്കിൽ അഴുക്കൊക്കെ നീക്കി ഉണ്ടാക്കി വെച്ചത്. അത് പിന്നെ വേറെ ഇതിലൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ എള്ള് നമ്മൾ വറുത്തതിന് ശേഷം പൊടിച്ച് വെച്ചിരിക്കുകയാണ്. 1 ബൗള് എള്ള്. അങ്ങനെ നമുക്ക് പിന്നെ വേണ്ട ഒരു സാധനമാണ് മുളക പച്ചടിയാണല്ലോ. ഇത് പച്ചമുളകാണ്. നടുവെ ഒന്ന് തുളച്ചതിന് ശേഷം വയ്ക്കുക. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗ്യാസ് ഓൺ ചെയ്യാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചു. ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ഈ പുളി ഇതിലേക്ക് ഒഴിക്കാം. പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു. അതിനുശേഷം മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നല്ലതുപോലെ കുറുക്കുക. ഇനി ഇത് നല്ല തിളപ്പിച്ച് ഒരുവിധം കട്ടിയായിട്ട് വരണം. ഇനി നല്ലപോലെ തിളച്ച് നല്ല കുറുകിയ രൂപത്തിൽ ആയി വരണം. പുളി തിളച്ച് കുറുകി വന്നു. അതിനുശേഷം നമുക്കിതിലേക്ക് ഈ ശർക്കര വെള്ളം ഒഴിക്കാം. പാവ് കാച്ചി വെച്ച ശർക്കര നമുക്ക് ഒഴിക്കാം. അത് മുഴുവനായി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ഇനി പുളിയും ഈ ശർക്കരയും കൂടി മധുരം നല്ലപോലെ പിടിച്ചതിന് ശേഷം ഒന്നും കൂടി നല്ലപോലെ തിളച്ച് കുറുകി വരണം. ഇതും ചേർത്ത ശേഷവും നല്ല കുറുകി വരണം. നമുക്കത് ഇപ്പോൾ ഈ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ്. ഇത് ഒന്ന് നല്ലപോലെ കുറുകി വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ പുളിയും ശർക്കരയും കൂടി നല്ലപോലെ തിളച്ച് കുറുകി. ഇതിലേക്ക് നമുക്കിനി വേണ്ടത് 1 സ്പൂൺ നമ്മുടെ കടുക് അരച്ചത് ചേർക്കുക. 1.5 സ്പൂൺ കടുക് അരച്ചത് ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കും. നല്ലപോലെ മിക്സ് ആവണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കടുക് പൊടിക്കരുത്. കടുക് അരയ്ക്കുക തന്നെ വേണം. അത് നമ്മൾ ചെറിയ മിക്സിയുടെ ജാറിലാകുമ്പോൾ ഒരു 2 സ്പൂണൊക്കെ എടുത്താലേ നമുക്കൊരു സ്പൂണൊക്കെ കിട്ടുള്ളൂ. അത് നല്ലപോലെ അരച്ചതിന് ശേഷം ഇതിലേക്കിട്ട് ഇത് അധികം തിളയ്ക്കരുത്. അതിന് മുന്നേ നമ്മൾ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞ് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇത് ഒരു 5 മിനിറ്റ് നമ്മൾ അടച്ചു വയ്ക്കുക. 5 മിനിറ്റ് അടച്ചു വയ്ക്കുക. ചൂട് ആറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ചു വെച്ച എള്ള് ഇതിലേക്ക് ചേർക്കുക. എള്ള് ചേർത്തതിന് ശേഷം ഇത് ഇങ്ങനെ കുറുകിയ രൂപത്തിലിരിക്കും. ഇപ്പോൾ അത് ഏകദേശം എല്ലാം പച്ചടി റെഡിയായി. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം ഗ്യാസ് ഓൺ ചെയ്യാം. പാത്രം ചൂടായി വന്നു. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. കുറച്ചധികം എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് വറുക്കാനായിട്ട് അതിലേക്ക് ഇടാം. പ്രത്യേകം ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പച്ചമുളകിന് നെറ്റി ഉണ്ടായിരിക്കണം.
പച്ചമുളക് നല്ല ദേഹത്തേക്ക് പൊട്ടിത്തെറിക്കാതെ പച്ചമുളക് ഏകദേശം ഫ്രൈ ആയി വന്നു. ഫ്രൈ ആയ പച്ചമുളക് ഇതിൻ്റെ ടേസ്റ്റ് എടുക്കുന്നത് ഇത് 2 ദിവസം ആ പച്ചടിയിൽ ഇരുന്ന് കഴിച്ച ശേഷം ഈ മുളക് എടുത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് കടിച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് വേണ്ടത്, ഇത് ഞാൻ വിട്ടു പോയതാണ്, കുറച്ച് 1 സ്പൂൺ കടുകും 2 ചുവന്ന മുളകും കുറച്ച് കടുകും കൂടി പൊട്ടിക്കുക. ഇതിനോടൊപ്പം കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. എണ്ണ ഇത്രയും ആവശ്യമില്ലാത്തവർക്ക് എണ്ണയുടെ അളവ് കുറയ്ക്കാവുന്നതാണ്. കടുക് പൊട്ടാൻ തുടങ്ങി. കടുക് പൊട്ടി നല്ലപോലെ ആയി. ഈ പച്ചമുളകും കടുകും എണ്ണയും കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് എണ്ണ അധികം വേണ്ടാത്തവർക്ക് എണ്ണയുടെ അളവ് കുറയ്ക്കാം. ഇത് നമ്മൾ ഒരു ഭരണിയിലൊക്കെ ജാറിലെല്ലാം ആക്കി വെച്ച് കുറേ ദിവസം കേടുകൂടാതെ ഇരിക്കുന്ന ഒരു വിഭവമാണ്. പണ്ട് കാലത്തൊക്കെ ഇതെല്ലാം നമ്മൾ വീടുകളിൽ പുറത്ത് തന്നെ വയ്ക്കുക. ഇപ്പോഴൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് കാരണം കുറച്ച് കൂടുതൽ ദിവസം ഇരിക്കാൻ പറ്റും. ഇതിൻ്റെ 2 ദിവസം കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ ഈ മുളകിന് നല്ല ടേസ്റ്റ് വരുന്നത്. മുളകെല്ലാം അവരവരുടെ ഇഷ്ടം പോലത്തിനനുസരിച്ച് നമുക്ക് എത്ര വേണോ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഒരു സ്വാദിഷ്ടമായ മുളക പച്ചടി റെഡിയായി.